കൃതജ്ഞത അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ KSSൻ്റെ പ്രഥമ പ്രസിഡൻറ്റും തിരുവനന്തപുരം ഇടവകയിലെ ഒരു പ്രതിനിധി കൂടിയാണ്. എല്ലാവർക്കും അവറാഞ്ചേട്ടനെ അറിയാം, അതുകൊണ്ട് ദീർഘമായി ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നില്ല. കൃതജ്ഞത അർപ്പിക്കുന്നതിന് വേണ്ടി എബ്രഹാം നടുവത്രയെ ക്ഷണിച്ചു കൊള്ളുന്നു. എൻ്റെ ജീവൻ്റെ ജീവനായ ക്നാനായ സഹോദരങ്ങളെ, ഇന്ന് ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള നിങ്ങൾക്കെല്ലാവരും നന്ദി പറയുക എന്ന ഒരു ദൗത്യമാണ് എനിക്കുള്ളത്. ഏതായാലും ഈ ഹൈക്കോടതി വിധി വന്നതിന് ശേഷം നമ്മുടെ നിരവധി ക്നാനായക്കാർക്ക് ഒത്തിരി തിരിച്ചറിവുണ്ടായിട്ടുണ്ട് എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. 2018 മുതൽ കഴിഞ്ഞ 8 വർഷക്കാലം പല വിശദീകരണ യോഗങ്ങളിലൂടെയും മറ്റും നിങ്ങളെ ഈ രൂപത ചെയ്ത കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അന്നൊന്നും നിങ്ങളിതൊന്നും കാര്യമാക്കിയില്ല. പക്ഷേ ഇപ്പോൾ ഈ ഹൈക്കോടതി വിധി വന്നതിന് ശേഷം ഒത്തിരി പേർക്ക് അവർക്ക് തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പലരും മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന്. ഈ ഹോൾ വിട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ തിരിച്ചറിഞ്ഞ ഓരോ സത്യങ്ങളും രൂപത നമ്മൾ തോക്കാനും സമുദായം തോക്കാനും രൂപത തോൽക്കാനും വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളിത് അറിയാത്ത നിരവധി പേരുണ്ട്, അവരെ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ ആ കാര്യത്തിലേക്കൊന്നും അവർ രൂപത ചെയ്ത കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ അവസരത്തിൽ രൂപത ചെയ്ത പ്രവൃത്തികളാൽ ഇപ്പോൾ നമ്മൾ പരാജയപ്പെട്ടു. ഈ കോടതിയിൽ സബ് കോടതിയിൽ നമുക്കെതിരായ ഒത്തിരി രേഖകളുണ്ട്. അതുകൊണ്ട് സുപ്രീം കോടതി പോയാലും വിജയിക്കാൻ ഒരു സാധ്യതയുമില്ല. ഓൺലി തിങ് ബേബി സാറ് പറഞ്ഞതുപോലെ റിമാൻഡ് ബാക്ക് ആയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും സാധ്യതയുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ ഈ തെറ്റുകൾ തിരുത്തണം. പക്ഷേ അതെ അപ്പോൾ തെറ്റുകൾ തിരുത്തണം. പക്ഷേ ആ തെറ്റുകൾ തിരുത്താനും ഒരു തടസ്സമുണ്ട്. കഴിഞ്ഞ 2022 ഒക്ടോബർ 4 പാസ്റ്റർ കൗൺസിൽ കൂടിക്കഴിഞ്ഞപ്പോൾ ഈ തെറ്റുകൾ തിരുത്തേണ്ട കാര്യമില്ല എന്ന് പാസ്റ്റർ കൗൺസിൽ തീരുമാനമെടുത്തു എന്നൊരു ദയനീയമായിട്ടുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും, ഈ കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ധനസഹായം കിട്ടിയിട്ടുണ്ട്. ആ സഹായം ചെയ്ത എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.